മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നിങ്ങൾ തമ്പിൽ കണ്ടതുപോലെ ക്രിസ്മസ് എക്സാമിനേഷന് നാം പഠിക്കുമ്പോൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് നമ്മൾ വെറുതെ അങ്ങ് പഠിച്ചു പോയാൽ പോരാ. നമ്മൾ ഓരോ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓരോരോ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിന് ഉത്തരം എഴുതേണ്ടതെന്നുള്ളത് കൃത്യമായ ഒരു ഐഡിയ ഇല്ലാതിരിക്കും. നമ്മൾ പാഠത്തെക്കുറിച്ച് ജനറലായിട്ടൊന്നും മനസ്സിലാക്കി വെക്കും, അതുകൊണ്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കൂ, ഇത് നിങ്ങൾ പഠിച്ച് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ലൈവിൽ എടുത്തൊരു പാഠമാണ് ദില്ലി മേ ഉനീന്ദേ. ദില്ലി മേ ഉനീന്ദേ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഉറക്കമില്ലാത്തവർ എന്നാണ്. ഇത് ഗഗൻ ഗിൽ എന്ന് പറയുന്ന ലേഖികയാണ് ഈ പാഠം എഴുതിയിരിക്കുന്നത്. പാഠം എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ഓർമ്മക്കുറിപ്പാണ്. 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമാണ്. തുടർച്ചയായി വരുന്ന സമയത്ത് നമുക്ക് 6ാമത്തെ പാഠമാണ്. ഇവിടെ നോക്ക്, ഈ ഓട്ടോയിൽ ഇരിക്കുന്നത് ശരിക്കും ലേഖിക തന്നെയാണ്. ഓക്കെ, ആ ലേഖിക ഒരു ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതിൽ കൃത്യമായി നമുക്ക് പഠിക്കാനുള്ളത്. ആ ഓട്ടോ ഡ്രൈവറുടെ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് രാജാറാം എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് നാം എന്തൊക്കെ മനസ്സിലാക്കി എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നോക്കൂ മക്കളെ, ഇതാണ് രാജാറാം. രാജാറാം എന്ന പേര് നിങ്ങൾ നോക്കൂ. രാജാറാം, രാജാവായ റാം എന്നാണ്, രാജാവായ രാമൻ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം പേര് പോലെയല്ല, ഒരു ദരിദ്ര നാരായണന്റെ ജീവിതമാണ് ഇദ്ദേഹത്തിനുള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു 8 പോയിന്റുകളാണ് നമ്മളിവിടെ നോക്കുന്നത്. നോക്കൂ, ആ 8 പോയിന്റ് എന്തൊക്കെയാ നോക്കൂ. രാജാറാം പഹലെ ഗാവ് കെ ഖേത്ത് മേ കാം കർത്താ. രാജാറാം നേരത്തെ ഗ്രാമത്തിൽ പാടത്താണ് മസ്ദൂരി കർത്തേതാ, കൂലി വേല ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത്. ബാരിഷ് മേ ഉസ്കാ ഗർ ടഹ് ഗയാ. മഴയത്ത് അദ്ദേഹത്തിന്റെ വീട് തകർന്നു പോയി. ഓക്കെ, പിന്നീടോ ഗാവ് മേ സിർപ്പർ ബോഞ്ച് ടോ രഹാ ഹെ. അദ്ദേഹം എന്തു ചെയ്തു? വീടില്ലാതായതിനു ശേഷം അദ്ദേഹം എവിടെയെങ്കിലും കിടന്നുറങ്ങുക ചെയ്യുക. മുകളിലോട്ട് നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ ഭൂമി എന്ന് പറയുന്ന അവസ്ഥ മാത്രം. രാത്രി കിടങ്ങുമ്പോഴും തൻ്റെ തലയ്ക്കുമേതൊരു മേൽക്കൂരയില്ല. അങ്ങനെ അദ്ദേഹം ഗ്രാമത്തിൽ പിന്നീട് തലച്ചുമടെടുത്ത് ജീവിക്കാൻ തുടങ്ങി. അതാണ് ഗാവ് മേ സിർപ്പർ ബോഞ്ച് ഠോരഹ. തലയിൽ പിന്നീട് ഭാരം പേറിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. ഓരോരോ ജോലികൾ ചെയ്തു. ദില്ലി ജാനേക്ക നിശ്ചയിക്കുക. അങ്ങനെ തലച്ചുമടെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി. ഓരോ ദിവസവും ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും നാട്ടിൽ പുറത്ത് കിടക്കുമ്പോഴും ഡൽഹിയിൽ പോയി കിടന്നുറങ്ങുന്നതും ആകാശം ഒരുപോലെ തുറന്നതാണ്, എവിടെ കിടന്നാലും ഒരുപോലെയാണല്ലോ തീരുമാനിച്ച് അദ്ദേഹം ഡൽഹിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായി അദ്ദേഹം യാത്ര പുറപ്പെട്ട് എന്ത് ചെയ്തു? ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു? പഹലെ ഗാവ് സെ കാൺപൂർ ഗയ. ആദ്യം അദ്ദേഹം നേരിട്ട് കാൺപൂരിലേക്ക് പോയി. കാൺപൂരിൽ നിന്നാണ് അദ്ദേഹം പിന്നെ ഡൽഹിയിലേക്ക് പോകുന്നത്. പിന്നെ 8 സാൽ തക്ക് സൈക്കിൾ റിക്ഷ ചലാത്ത രഹ. അദ്ദേഹം ഡൽഹിയിൽ 8 വർഷക്കാലം ഈ ഓട്ടോറിക്ഷ അല്ല, സൈക്കിൾ റിക്ഷ, ചവിട്ടിയ ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന സൈക്കിൾ റിക്ഷ ഓടിച്ച് 8 വർഷക്കാലം അദ്ദേഹം ജീവിച്ചു. ഓക്കെ, 1.5 സാൽ തക്ക് മുഫ്തുമേ സേവാ കർത്ത. അദ്ദേഹം പറയുന്നു 1.5 വർഷക്കാലം ഒരു കാശും വാങ്ങാതെ ജോലി ചെയ്ത കാര്യവും അദ്ദേഹം പറയുന്നു. ഓക്കെ, അങ്ങനെ നിന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വന്നിട്ട് ധനികനായ ഒരു യാത്രക്കാരൻ അദ്ദേഹത്തെ കണ്ടിട്ട്, ദയാലുവാണ് അദ്ദേഹം, ഇദ്ദേഹത്തിന് ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു. ഓക്കെ, ഓട്ടോ കോഹി അപ്പന ഗർഭനായ. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഓട്ടോറിക്ഷയെ ആളുകളെ കയറ്റി കൊണ്ടുപോകാൻ ഉപയോഗിക്കുകയും ചെയ്യും, ആ ഓട്ടോറിക്ഷയെ തൻ്റെ വീടാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ നമുക്ക് 8 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യം രാജാറാമിനെ കുറിച്ചുള്ളതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ രാജാറാമിനെ കുറിച്ച്? ഇതിലധികം വേറെയും പോയിന്റ്, ഇത് 8 പോയിന്റുകളുണ്ട്. ഇനിയും പോയിന്റുകൾ ഉണ്ടോ? അതാണ് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം എന്ന് പറയുന്നത്. ചുരുങ്ങിയത് മക്കളെ ഞാൻ പറയുന്നു, ഈ രാജാറാമിനെ കുറിച്ച് മാത്രം ഇനിയും ഒരു 10ലധികം പോയിന്റുകൾ ഇനിയും പറയാനിരിക്കുന്നു. ഏതൊക്കെയായിരിക്കും ആ പോയിന്റ്? ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ ഇദ്ദേഹം ഏത് സംസ്ഥാനത്തായിരുന്നു ജനിച്ചത്? ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ പേരെന്താണ്? ഓക്കെ, ഇദ്ദേഹത്തിന് ചുമ എത്ര വർഷകാലമായി തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഒരു 3 അഡീഷണൽ പറഞ്ഞു. ഇനിയും കിടക്കുന്ന ഏതൊക്കെ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഏതൊക്കെയായിരിക്കാം? പാഠം കേട്ട സമയത്ത് അത്തരം പോയിന്റുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനിയും ഒരു 10 പോയിന്റുകൾ കിടക്കുന്നു പറഞ്ഞാൽ 10ഓളം ചോദ്യങ്ങളുടെ ഉത്തരമല്ലേ ഒരു വ്യക്തി കേന്ദ്രീകരിച്ചുള്ള? നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് ഡയറി എഴുതേണ്ടി വരില്ലേ? കോൺവെർസേഷൻ എഴുതേണ്ടി വരില്ലേ? പടുക്കഥ എഴുതേണ്ടി വരില്ലേ? ലെറ്റർ എഴുതേണ്ടി വരില്ലേ? അതിലൊക്കെ നമ്മളെങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മുഴുവൻ മാർക്ക് സ്വന്തമാക്കാൻ പറ്റുമോ? ഇതിലുള്ള ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവബഹുലമായ കഥകൾ വേറെ കിടക്കുന്നു. ഒരു വ്യക്തിയെക്കുറിച്ച് അറിയുന്ന കാര്യം നമ്മൾ പറയുന്ന സമയത്ത് പോലും ഇനിയും ഞാനിപ്പോൾ പറഞ്ഞതിന് പുറമെ 10 പോയിന്റുകളുണ്ട്. ഏതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായിട്ട് മനസ്സിലാവാത്ത ആളുകൾക്ക് ഒന്നുകൂടെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത ലൈവ് ക്ലാസ് ഒന്നുകൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി 10 പോയിന്റുകൾ അല്ല, അതിലും ഒരുപാട് പോയിന്റുകൾ ഇനി ഉണ്ട് എന്നുള്ളത്.
അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓടിച്ച് മനസ്സിലാക്കുക എന്നതിനേക്കാളുപരി ഒരു കഥാപാത്രമായിട്ട് ഒരു കഥയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗ്രാമർ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാഠഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് വരുന്ന അവിടവിടങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി കൃത്യമായ കണ്ടന്റുകൾ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കി കൃത്യമായി പഠിക്കാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കുക എന്നുള്ളത് സാധ്യമാവാതെ പോകും. ഇവിടെ നമ്മൾ എന്താണ് അതിന് മാർഗം? നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. ഓണം മെഗാ ഓഫർ നമ്മൾ 10 ഡേയ്സ് കൂടെ നീട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സെപ്റ്റംബർ 17 വരെ, ഇന്ന് 13, 4 ദിവസം കൂടിയുണ്ട്. ഈ ഗോൾഡൻ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? 99954480 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഇതെല്ലാം തന്നെ വ്യക്തമായിക്കൊണ്ട് റെക്കോർഡ് ക്ലാസ്സുകളായിട്ടും ലൈവ് ക്ലാസ്സുകളായിട്ടും എക്സാമുകളിലൂടെയും ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടും ആക്ടിവിറ്റീസുകളെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ബാച്ചിലെ ക്ലാസ്സുകൾ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനുമില്ലാതെ പ്രഗത്ഭരായ കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകരാണ് വിവിധങ്ങളായ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് പരീക്ഷ, നമ്മുടെ ആദ്യത്തെ SSLC പരീക്ഷയാണ്, നാം എഴുതുന്ന ജീവിതത്തിലെ നമ്മുടെ അവസാനത്തെ SSLC പരീക്ഷയാണ്. ഇതിൻ്റെ മാർക്കുകളൊക്കെയാണ് നമുക്ക് പിന്നീട് വരുന്ന അഡ്മിഷൻ കിട്ടുന്നതിലൊക്കെ നിർണായക പങ്ക് വഹിക്കുന്നത്. അപ്പോൾ നിസ്സാരമായി തള്ളാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ 3 ബാച്ചുകളായി 30,000-ലധികം കുട്ടികൾ ചേർന്ന് കഴിഞ്ഞു. ഓക്കെ, കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം തയ്യാറായിട്ടുണ്ട്. 900 രൂപയുടെ സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോൾ നിങ്ങൾക്ക് 600 രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത്. എല്ലാ വിഷയങ്ങളെയും 6 സെറ്റ് ബുക്കുകളായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 999544008000 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ സ്വന്തമാക്കുക. SSLCയിൽ മുഴുവൻ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് സ്വന്തമാക്കുക. ഉന്നത വിജയം കരസ്ഥമാക്കുക. ഓക്കെ, ബൈ.